എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒട്ടും സന്തോഷകരമായ ഒരു വാർത്തയുമായല്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ മലയാളികളുടെ മനസ്സിൽ മറ്റൊരു ചിരിരാജാവ് കൂടി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. മഹാനായ നമ്മളെയൊക്കെ എന്നും ചിരിപ്പിച്ച പ്രിയ നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കുറച്ച് സമയത്തിനകം ലോകത്തിൽ നിന്ന് തന്നെ മറയും. ആ സമയം അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനും സുഹൃത്തും തന്നെയുമല്ല, താൻ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയത്തിലെ നേതാവ് കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സലീം കുമാറിനെ അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. സലീം കുമാർ നമ്മളെല്ലാം വിട്ടുപോയി. ഏത് സംഘർഷ നിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവൻ്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീം കുമാർ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീടുകളിൽ, ഗൃഹസദസ്സുകളിൽ എപ്പോഴും അവരെ സന്തോഷം നിർഭരമാക്കുന്ന ഒരു മുഖമായിരുന്നു സലീം കുമാർ. എന്നാൽ താനൊരു ഹാസ്യ നടൻ മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു നടൻ കൂടിയാണ് എന്ന് അദ്ദേഹം ആദമിൻ്റെ മകൻ അബുവിലൂടെ തെളിയിച്ച് ദേശീയ അവാർഡ് നേടി നമ്മുടെ എല്ലാം അഭിമാനം ഉയർത്തിപ്പിടിച്ചു. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖവും ഭാവവുമാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലെ നിറം ചാർത്തിയ തമാശകളുടെ എല്ലാം കൂടെ സലീം കുമാറിൻ്റെ തമാശ കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം മലയാളിക്ക് ഹാസ്യം എന്ന് പറഞ്ഞാൽ അതിലൊരാൾ പഴയ തലമുറയിലെ അടൂർ ബാസിയെയും ബഹദൂറിനെയും പോലെ മലയാളിയുടെ ഒരു പുതിയ കാലത്ത് സലീം കുമാർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ ഒരു സന്ദർശനം മാത്രമല്ലായിരുന്നു ഇത്. അദ്ദേഹവും സലീം കുമാറുമായി നാട്ടുകാർ എന്നതിലുപരി വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് അത് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറയുന്നുമുണ്ട്. എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ലെങ്കിലും മുഖ്യമന്ത്രിയായ ശേഷം VDS ആദ്യമായി തൻ്റെ നിയോജക മണ്ഡലമായ പറവൂര് സ്വീകരണത്തിൽ പങ്കെടുക്കുവാനെത്തിയപ്പോൾ മോഹൻലാലിനോടൊപ്പം സലീം കുമാറും ആ സ്റ്റേജിൽ നിറസാന്നിധ്യമായിരുന്നു. അന്ന് അതിനെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായി കാണും. സലീം കുമാറും മുഖ്യമന്ത്രിയുമായിട്ട് എന്തോ അടുപ്പമുണ്ട് എന്ന് എല്ലാവർക്കും തോന്നുകയും ചെയ്തിരുന്നു. എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്ത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്ന് മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ എവിടെയും, പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊരാവശ്യത്തിനും വരില്ല. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എൻ്റെ അവകാശമാണെന്ന് പറയും. ഞാൻ പറയും ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം. അന്ന് തീരെ സുഖമില്ലാതെയായിരുന്നുവെങ്കിലും അത് അവഗണിച്ച് മുഖ്യമന്ത്രിയുടെ ഈ ചടങ്ങിൽ സലീം കുമാർ പങ്കെടുത്തിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു പൊതുപരിപാടിയും ആയിരുന്നു ആ സ്വീകരണ ചടങ്ങ്. ആ ചടങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്, താൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ് പറവൂരുകാർക്ക് ഒരു മുഖ്യമന്ത്രിയെ കിട്ടണമെന്ന്. തൻ്റെ ആഗ്രഹം സാധിച്ചുവെന്നും സ്വീകരണ ചടങ്ങിലെ പ്രസംഗത്തിൽ സലീം കുമാർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് താനും അദ്ദേഹവുമായി ഒരു സുഹൃത്ത് എന്നതിലുപരി തൻ്റെ ഒരു സഹോദരനെ കൂട്ടാണ് സലീം കുമാറിനെ കണ്ടിരുന്നതെന്നും സലീം കുമാറിൻ്റെ ഫാമിലിയുമായിട്ട് തനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നുവെന്നും നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഒന്ന് കേട്ടുപോകും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. പഠിക്കുന്ന കാലം മുതൽ അവസാന ശ്വാസം പോകുന്നത് വരെ ആ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിൽ,
ആ ഉറച്ച കോൺഗ്രസ് ബോധ്യത്തിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും അവസാനം പങ്കെടുത്ത പരിപാടി ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറവൂരിലെ പൗരാവലി എനിക്ക് നൽകിയ സ്വീകരണത്തിനാണ്. അതിനു മുമ്പ് ഞാൻ പങ്കെടുക്കുന്നത് കൺവെൻഷനിലും തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നാൽ എൻ്റെ വീട്ടിലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലോ ഉണ്ടാവും. അത്രമാത്രം ഹൃദയബന്ധമാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിടപറയൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് വീണ്ടും അദ്ദേഹത്തിന് കടുത്തൊരു ഹൃദയാഘാതം ഉണ്ടായി, ആ വേർപാടുണ്ടായത്. ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്. ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും. ഞങ്ങളെല്ലാവരും ചേർത്ത് നിർത്തും. ഒരു കാര്യമില്ല. ഇവിടെ എല്ലാവർക്കും ഉണ്ടായ പ്രയാസത്തിൽ, ദുഃഖത്തിൽ ഞാൻ പങ്കുചേരും. അന്തിമ ഉപചാരം അർപ്പിച്ച ശേഷം 2 മക്കളെയും ഭാര്യയെയും ആശ്വസിപ്പിച്ച ശേഷമാണ് മുഖ്യമന്ത്രി അവിടെ നിന്നും മടങ്ങിയത്. മുഖ്യമന്ത്രി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ശ്രീ സലീം കുമാറിനെ കുറിച്ച് എഴുതിയ ഒരു പോസ്റ്റ് നമുക്കൊന്ന് കാണാം. ചിരിയുടെ മണവാളൻ മാത്രമായിരുന്നില്ല എനിക്ക് സലീം കുമാർ. അയാളും ഞാനും തമ്മിൽ അത്ര തീവ്രമായൊരു ബന്ധമുണ്ട്. എൻ്റെ നാടിൻ്റെ അഭിമാനമായ ഒരാൾ, എനിക്ക് ഒരു നിലപാടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞൊരാൾ, വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ചും അല്പം പോലും ഓർക്കാതെ രാഷ്ട്രീയ നിലപാടിൻ്റെ ദൃഢത ആവർത്തിച്ച് പറയുന്ന ഒരാൾ. ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ആരെയും ഭയക്കാതിരുന്ന ധീരനായ കലാകാരൻ. എൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം അവകാശം പോലെ പിടിച്ചു വാങ്ങിയ സലീം കുമാർ പാർട്ടിയുടെ വിജയങ്ങളിൽ അത്രമേൽ സന്തോഷിച്ച കൂടപ്പിറപ്പ്. ഹാസ്യം മാത്രമല്ല, എന്തും തനിക്ക് വഴങ്ങുമെന്ന് പലവട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ പല തലങ്ങളിലും വഴികളിലും സലീം കുമാർ ലോകോത്തര നിലവാരം കാട്ടി. ഒരു മുഖം കൊണ്ട് ചിരി പകരുമ്പോൾ മറുഭാഗത്ത് കണ്ണുനീരിൻ്റെ നനവ് ഹൃദയത്തിലേക്ക് പകരുകയായിരുന്നു സലീം കുമാർ. മലയാള സിനിമയ്ക്ക് ഒരു പ്രതിഭാശാലിയെയും എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിനെയും നഷ്ടമായി. സലീം കുമാറിന് വിട. മുഖ്യമന്ത്രിയുടെ ഈ ഹൃദയത്തിൽ തട്ടിയുള്ള കുറിപ്പ് ഇതോടൊപ്പം പങ്കുവെക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി മലയാളികളെ എന്നും ചിരിപ്പിച്ച, നമ്മുടെ മനസ്സിൽ ഒരിക്കലും മരിക്കാത്ത സ്രാങ്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.